പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളെ സംരംഭക ഷാലിൻ എലിസ് എബി അതിഥിയായി പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് എം പി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ചുറ്റും ഒരുപാട് സംരംഭകരുണ്ട്. ചില സംരംഭകർ അവരുടെ സംരംഭ പ്രവർത്തനങ്ങളിൽ മാത്രമായിരിക്കും ശ്രദ്ധ ഊന്നുക. അവർ ഒരുപാട് ടേൺ ഓവറൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ചില ആൾക്കാരാണെങ്കിൽ സമൂഹത്തിൻ്റെ തന്നെ ഇമോഷൻസിനെ ഏറ്റെടുക്കുകയും അത് അവരുടെ സംരംഭമാക്കി മാറ്റുകയും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യും. അവർ ഇതൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എന്നൊക്കെ ചെയ്യുന്നത്, പക്ഷേ ചെയ്തു വരുമ്പോൾ അങ്ങനെ ആയിപ്പോകുന്നതാണ്. അത്തരത്തിൽ ആക്സിഡന്റലി ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാലിൻ ലിസ് എബിയാണ് നമ്മുടെ അതിഥി. സ്വാഗതം. സന്തോഷം. ഞാനൊരു ഗംഭീര ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹം. അപ്പൊ അതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അല്ല, ഒത്തിരി സന്തോഷം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കപ്പെട്ടതിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സംരംഭം ബിസിനസ്സായി മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സമൂഹത്തിലെ ഒരു 3 കുഞ്ഞുങ്ങളുടെ, അതായത് വിശപ്പടക്കുക എന്നുള്ളതല്ല. ആക്ച്വലി അവർ വിശപ്പിനുള്ളത് കഴിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ മലയാളികൾ ഉച്ചയ്ക്ക് ഒരു പറ്റ് ചോറ് കഴിക്കണം എന്നുള്ള നമ്മുടെ ഒരു മാതൃവികാരം ഉണ്ടല്ലോ, അതിനെയാണ് ചോറ്റുപാത്രം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്. പിന്നെ അതിപ്പോ വളർന്ന് ഒത്തിരി സന്തോഷത്തോടുകൂടി പറഞ്ഞാല് 5 വയസ്സിൽ താഴെയുള്ള 6 മക്കളുണ്ട്. പിന്നെ ഒരു 65 വയസ്സിലും മുകളിലുള്ള 19 പേരുണ്ട്. ഇതിനിടയിലുള്ള ഏജ് ലിമിറ്റ് ഉള്ളവരാ ബാക്കി. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും, ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും ഈ ടേൺ ഓവറുകൾക്ക് അപ്പുറമായിട്ട് നമ്മൾ നമ്മുടെ മണ്ണിൽ ചവിട്ടി നിന്നാൽ അതിനൊരു സത്യവും വിജയവും ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുന്ന സംരംഭം അത് ബിസിനസ് അല്ല, അത് ഇമോഷനാണ് ഇപ്പോഴും എന്ന് പറഞ്ഞു. അത് അത്തരത്തിൽ തന്നെ നിലനിർത്താനുള്ളൊരു അങ്ങനൊരു ഇമോഷൻ ഉള്ളതുകൊണ്ടാണ് അത് തുടങ്ങാൻ തന്നെ പറ്റുന്നത്. പക്ഷെ അത് ഇത്രയും വലുതാവുമ്പോൾ നമുക്കതൊരു ബാധ്യതയായി മാറാനുള്ള സാധ്യത കൂടുതലല്ലേ? ഒരിക്കലുമില്ല. ഇപ്പം ആക്ച്വലി നമ്മുടെ വീട്ടിൽ 2 അംഗങ്ങളുള്ളവർക്കും 10 അംഗങ്ങളുള്ളവരുടെയും ഭക്ഷണം വെക്കുന്നതിൻ്റെ ഒരു രീതിയുടെ വ്യത്യാസമുണ്ട്. 2 പേര് മാത്രമേ ഉള്ളപ്പോൾ നമ്മൾ ചിലപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസം മീനിൻ്റെ അളവ് കൂടുതലാണ് മേടിക്കുന്നുണ്ടെങ്കിൽ 10 പേരുണ്ടെങ്കിൽ ആഴ്ചയിൽ അത് 1-2 ദിവസമായിട്ട് മാറും. ഇത് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെയാണ് ഇതിൻ്റെ കിച്ചൺ തന്നെ പോകുന്നത്. അപ്പോൾ ഇത് ബാധ്യതയായിട്ടൊന്നും മാറുന്നില്ല. മറിച്ച് ഇത് വളർന്നു തുടങ്ങിയപ്പോൾ 2 കുടുംബത്തിനെ കൂടി സംരക്ഷിക്കാൻ പറ്റി, ജോലി കൊടുക്കാൻ പറ്റി. അതിനപ്പുറമായിട്ട് ഒരുപാട് പേർക്ക് ഇതിനകത്തൂടി വരുമാനം ഉണ്ടാകുന്ന ഒരു മാർഗം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഏറ്റവും അടുത്തുള്ള ഇവിടുത്തെ മാർജിൻ ഫ്രീയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാന്താരിമുളക് 1000 രൂപ 1100 രൂപയൊക്കെ വില അല്ലേ. പക്ഷെ എനിക്ക് കാന്താരിമുളക് കിട്ടുന്നത് 450-500. ഇടുക്കിയിൽ നിന്ന് ഒരു സ്ത്രീ സംരംഭകയുടെ വീട്ടിലെ കാന്താരിമുളകാണ് ഞാൻ വാങ്ങിക്കുന്നത്. തേങ്ങ ഇവിടെ ഇപ്പോൾ 65-70 വിലയുള്ളപ്പോൾ എനിക്ക് തേങ്ങ വരുന്നത് കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നുമുള്ള വീടുകളിൽ നിന്നാണ്. അതായത് അവരുടെ വീട്ടിൽ ആവശ്യത്തിനപ്പുറമുള്ള തേങ്ങ അവരവിടെ ഇട്ട്, ഇന്ന് കൊപ്രയാട്ടാനൊക്കെ മടിയായുള്ള സ്ത്രീകൾ അതവിടെ അങ്ങനെ കിടക്കും. അവർക്ക് അധികം ആവശ്യമില്ല. ഇപ്പോൾ വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഭയങ്കര ഇത് വരുന്നതുണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ടേക്ക് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുക. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ പ്രോഡക്റ്റുകൾ നശിച്ചു പോകാതെ അതൊരു വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊക്യൂർമെന്റ് സാധ്യമാകുമ്പോൾ വലിയൊരു ബാധ്യതയാവുന്നില്ല. അത് അതിനുള്ള സാധ്യതകൾ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേട്ടിരിക്കുന്ന പല ആൾക്കാർക്കും, ഒരുപക്ഷെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ഒരു ആൾക്കാർക്ക് അത് വളരെ വ്യക്തമാണെങ്കിൽ കൂടി മറ്റു ശ്രോതാക്കൾക്കും കൂടി അറിയാൻ വേണ്ടി, എന്താണ് എൻ്റെ ചോറ്റുപാത്രം? എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, സംഗീത കോളേജിലെ 3 കുഞ്ഞുങ്ങൾ ഉച്ച സമയത്ത്, നേരത്തെ അവരെ പരിചയപ്പെടുന്നുണ്ട്, ഷോപ്പിൽ വന്നിട്ട് ഉച്ച സമയത്ത് ഭക്ഷണത്തിന് പകരം പപ്സും വെള്ളവും, അല്ലെങ്കിൽ പപ്സും ആണെങ്കിൽ വെള്ളം, നാരങ്ങ വെള്ളമാണെങ്കിൽ ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള ഇതാണ് കഴിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എല്ലാ ഇന്റർവ്യൂസിലും പറയുന്ന പോലെ നമ്മൾ ഫ്ലഡിനെ തടയാൻ വേണ്ടിയിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. എല്ലാ വർഷവും നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു. അവിടെയൊക്കെ നമ്മളൊരു നല്ല പ്രകൃതിയെ ഉണ്ടാക്കാനുള്ള കൂട്ടുപിടിച്ചലും ഒത്തുചേരലാണ്. പക്ഷെ ഒരിക്കൽ പോലും നല്ല തലമുറയ്ക്ക് അത്യാവശ്യമാണ് അവന്റെ ആരോഗ്യം എന്നുള്ളതിന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അന്ന് രാത്രി ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളെ പോലെയല്ലേ ഉള്ളവരും. അപ്പം നമ്മുടെ വീട്ടിലും മക്കളുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അവരെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് 3 പേർക്കും ഭക്ഷണം തരാം. ആദ്യം ഞാൻ ചെയ്തത്, നേരത്തെ ചോദിച്ചതുപോലെ എൻ്റെ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കാൻ എത്ര രൂപ ചെലവാകുമെന്ന്. അപ്പോൾ അതൊരു 30-32 രൂപയുള്ളൂ. പിന്നെ അവരോട് വിളിച്ചു, അവർക്ക് 28 അവരുടെ ബഡ്ജറ്റ്, 7 രൂപയും കൂടെ കൂട്ടുകയാണെങ്കിൽ ഊണ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, ആൻറ്റി ഞങ്ങൾ 5 പേരുണ്ട്. അപ്പോൾ 5 പേർക്ക് കുഴപ്പമില്ല. പിന്നെ എൻ്റെ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് പൊതിയാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഇലയുടെ സാധ്യത, ഇതെല്ലാം തിരക്കണം. അങ്ങനെയാണ് സ്റ്റീൽ ചോറ്റുപാത്രങ്ങൾ വാങ്ങിക്കുകയും
അത് ഒരു അമ്മയുടെ ഒരു കുശാഗ്ര ബുദ്ധി പോലെ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിൽ അതിനകത്ത് ഈ മക്കളുടെ പേരിന് പകരം എൻ്റെ ചോറ്റുപാത്രം എന്ന് എഴുതുകയും ആ 5 പേരിൽ ഇന്ന് തുടങ്ങിയതാണ് നമ്മളിപ്പോൾ 140ഓളം പേരിലേക്ക്, ഇപ്പോൾ സ്കൂൾ അടവായതുകൊണ്ട് കുറവാണ്, എന്നാലും അത്രയും പേരിലേക്ക് എത്തുന്നു. അതിനപ്പുറമായിട്ട് ഇപ്പോൾ 1,80,000 ചോറ്റുപാത്രങ്ങൾ ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് നമ്മൾ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ ചോറ്റുപാത്രം. ഈ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കേൾക്കാം. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ എന്നാണ് ഈ പരിപാടിയുടെ പേര്. അപ്പോൾ ആദ്യത്തെ പ്രിയഗാനം ഏത് പറയും? എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ട് ശ്യാമാംബരം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള, ഞാൻ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന മൂളുന്ന പാട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്ന് മൂളി കേട്ടാൽ ശ്രോതാക്കൾക്ക് സന്തോഷമായിരിക്കും. അയ്യോ ഇല്ല, അത് വേണ്ട. അത് ഞാൻ മാത്രമുള്ളപ്പോഴത്തേക്ക് പാടിക്കൊള്ളാന്ന്. അപ്പോൾ എന്തായാലും ശാലിൻ മൂളാത്ത സ്ഥിതിക്ക് നമുക്ക് ഒറിജിനൽ പാട്ട് കേൾക്കാം. നമ്മൾ ഈ പാട്ടിന് മുന്നേ ചോറ്റുപാത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിന് മുന്നേ തന്നെ ഒരു സംരംഭത്തിലേക്ക് വരിക അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ നടത്തുക എന്ന് പറയുന്ന ഒരു തീരുമാനം എടുക്കുന്നത് എളുപ്പമായിരുന്നൊരു സ്ഥലത്ത് നിന്നല്ല ശാലിന തീരുമാനം എടുക്കുന്നത്. എങ്കിലും ഒരു ഊർജ്ജമുണ്ട്. തീർച്ചയായിട്ടും. എങ്ങനെയാണത് സംഭവിക്കുന്നത്? ആക്ച്വലി 2011 ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റിൽ ഞാനും എൻ്റെ മക്കളും തിരുവനന്തപുരത്ത് ഒറ്റയ്ക്കായി പോയതാണ്. അവിടെ നിന്ന് പല ജോലികൾ ചെയ്തു എന്നുള്ളത്. കാരണം മുന്നോട്ട് തോൽക്കാൻ മനസ്സില്ല എന്നുള്ളതും, രണ്ടാമത് ജീവിതത്തിൽ ആദ്യം പഠിച്ച ഒരു പാഠം ജീവിക്കാൻ എളുപ്പവും മരിക്കാൻ ഭയങ്കര പാടും എന്നുള്ളതാണ്. മരിക്കാൻ ഒരുപാട് വഴികൾ പറയുമെങ്കിലും പക്ഷെ അതിൻ്റെ എൻ പോർഷനിൽ എത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ ജീവിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ആ വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ വ്യത്യസ്തത അനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കാനുള്ള വഴികൾ തേടി ഒരു ഫ്രണ്ടിൻ്റെ അമ്മയെ നോക്കുന്ന ജോലി ചെയ്തു. പിന്നെ അതിന് ഹോട്ടലിയേഴ്സിൽ വർക്ക് ചെയ്തു. പിന്നെ ട്രെയിനിങ് മേഖലയിലേക്ക് വരുന്നു. ഓക്കെയും പ്രളയവും ഒക്കെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയെ തകർത്തു. അപ്പോൾ ആ സമയത്തേക്ക് വളരെ ബുദ്ധിമുട്ടിലേക്ക് പോയി. അവിടെ ഒരുപാട് ചതിക്കുഴികളിൽ വീഴുകയും ചെയ്തു. കാരണം നമുക്ക് ചില ഇടങ്ങളിൽ പോയിട്ട് നമ്മൾ അവിടെ വാടകയെല്ലാം കൊടുത്ത് കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും അത് സബ്ലീസ് ചെയ്യപ്പെട്ട പ്രോപ്പർട്ടി ആണെന്ന് അറിയുകയും അങ്ങനെയുള്ള കുറേ ഇൻസിഡന്റുകൾ ഉണ്ടായി. അതിലൊക്കെ ഭയങ്കരമായിട്ട് തകർന്നു പോയി. പിന്നെ 2019 വീണ്ടും ഹെൽത്ത് വളരെ മോശം അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ വയനാട്ടിലെ പീസ് വില്ലേജിലേക്ക് പോവുകയും അവിടുത്തെ ആ ഒരു ഇടനാഴികൾ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞ വയനാടിന്റെ മണ്ണും വയനാടിന്റെ കാറ്റും വയനാടുമാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. കേരളത്തിലെ എനിക്ക് ഇഷ്ടപ്പെടുന്ന 2 സ്ഥലങ്ങൾ വയനാടും ഇടുക്കിയുമാണ്. അവിടുത്തെ കാലാവസ്ഥ നമുക്ക് ഒത്തിരി ഊർജ്ജം പകരുന്നതാണ്, പച്ചപ്പ്. അപ്പൊ അങ്ങനെ അവിടെ ഇരുന്നാണ് ഒരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുകയും അത് വളരെ വ്യത്യസ്തമായിട്ട് തുടങ്ങണം. കാരണം നമ്മൾ തുടങ്ങിയ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആരും ചെയ്യാത്തതായിരിക്കണമെന്ന് ചിന്തിക്കുകയും അപ്പോഴ് ഫണ്ടിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. തിരിച്ച് തിരുവനന്തപുരത്ത് വന്നു. പിന്നീടാണ് ഫണ്ടിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സിംഗിൾ പാരന്റ് ആണ്, മൈനസുകളുടെ മധ്യത്തിലാണ്, സ്വന്തമായിട്ട് വീടോ ഒന്നുമില്ലാത്ത ഒരു സ്ത്രീക്ക് ലോൺ എന്ന് പറയുന്നത് അപ്രാപ്യമാണെന്ന് പറയുന്ന ഇടത്ത് നല്ലൊരു പ്രോജക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സ്ത്രീയെ കൈപിടിക്കാൻ സധൈര്യം കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ ആ പ്രോജക്റ്റ് പോയി ബാങ്കിൽ പറയുന്നു. അപ്പോഴും ഉള്ളിന്റെ ഉള്ളില് നത്തിങ് എന്നുള്ളത് നമ്മളൊന്നുമല്ല, പക്ഷേ നമ്മുടെ കോൺഫിഡൻസ് അവിടെയാണ്. എപ്പോഴും ഞാൻ പറയുന്നത് ഒരു സ്ത്രീ വിജയിക്കുന്നത് അവളുടെ ആത്മവിശ്വാസത്തിൽ. ആ ഒരൊറ്റ കോൺഫിഡൻസ് ആണ് ബാങ്ക് 15 ലക്ഷം രൂപയുടെ പ്രോജക്റ്റിന് 12 ലക്ഷം രൂപ തരികയും 10 ലക്ഷത്തിന് മേളിലോട്ടത് ബാങ്ക് തന്നെ നമുക്ക് ജാമ്യം നിന്നുകൊണ്ട് അങ്ങനെ കുറേ പ്രോജക്റ്റുകളുണ്ട്. അങ്ങനെ ആദ്യത്തെ പ്രോജക്റ്റ് ഐഫ്രൂട്ട് എന്ന് പറയുന്ന ലൈവ് ഐസ്ക്രീം വിദേശത്ത് നിന്നിറക്കിയ മെഷീനറികളോടൊപ്പം തുടങ്ങുന്നതിന്റെ അന്നാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നത്. അത് ഒരു ചാലഞ്ചായിരുന്നു. ബിസിനസ് പഠിച്ചിട്ടില്ലാത്ത, ബിസിനസ് എന്താണെന്ന് അറിയില്ലാത്ത, ബിസിനസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, ഒറ്റയ്ക്ക് ജീവിതം കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് എന്റെ ബിസിനസ് പാഠങ്ങൾ ഞാൻ ഇന്ന് ചെയ്യുന്ന ഒരു സോഷ്യൽ ഓൺടർപ്രണറിൽ നിന്ന് ഞാൻ ഇന്നൊരു സീരിയൽ ഓൺടർപ്രണർ ആണ്. ഞാൻ ഓൺടർപ്രണർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് ഞാൻ വീഴ്ചയിൽ കിടന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ജയിക്കാൻ ഇന്നതാ വഴികൾ എന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക് വരാൻ സാധിച്ചത് ലോക്ക്ഡൌണും അതിലൂടെ ലഭിച്ച പാഠങ്ങളും. അങ്ങനെയാണ് സംരംഭത്തിലേക്ക് വരുന്നത്. പിന്നീട് ഐസ് ഫ്രൂട്ടിന് എന്താണ് സംഭവിച്ചത്? അയ്യോ, അതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങുന്നതിന്റെ നാളെ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ കാത്തിരിക്കുമ്പോൾ ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലോക്ക്ഡൌൺ കേൾക്കുന്നത്. അതേസമയം തന്നെ അന്നത്തെ നമ്മുടെ മേയർ പ്രശാന്ത്, ഇന്ന് MLA ആണ്, വിളിച്ചു പറഞ്ഞു നാളേക്ക് നമുക്ക് നടക്കില്ല എന്ന് പറയുകയും അവിടെ മുതൽ ഇങ്ങോട്ടാണ് ശാലിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മുൻപിൽ ഉണ്ടായിരുന്ന എൻ്റെ ഭർത്താവിന്റെ പേരാണ് അതിന് ശേഷം ഉണ്ടായിരുന്നത്. അത് മാറി ശാലിൻ എലിസ് എബിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് അവിടെയാണ്. അവിടെ എൻ്റെ മക്കള് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ 3 പേരും കൂടി ലോക്ക്ഡൌൺ ആണെന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞങ്ങൾ പിറ്റേന്ന് 3 പേരോട് ഉദ്ഘാടനം ചെയ്തു. പിന്നെ അത് അടച്ചിടേണ്ടി വന്നു. ഒരുപാട് നഷ്ടങ്ങൾ അതിലുണ്ടായി. ഒരുപാട് മരണങ്ങൾ ലോക്ക്ഡൌണും കൊറോണയും കാരണം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടായപ്പോൾ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തപ്പോൾ അവിടെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ഞാൻ വീണ്ടും ജീവിക്കും എന്നുള്ള ഇതിലോടുകൂടി ചെയ്ത ഒരു വീഡിയോ. കാരണം അതിന്റെ എല്ലാ വേസ്റ്റ് എല്ലാം കൂടെ കലക്കിയടിച്ച് കക്കൂസ് കുഴിയിൽ ഒഴിച്ചത്. അത് ഇത്രേ ചിന്തിച്ചുള്ളൂ. കാരണം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ ശരീരത്തിൽ നിന്നാണെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്നാണെങ്കിലും നമ്മുടെ ചിന്തകളിൽ നിന്നാണെങ്കിലും നമുക്ക് വേസ്റ്റിനെ നമ്മൾ പുറത്തെടുത്ത് കളഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ വീഡിയോ
മീഡിയയുടെ കാര്യത്തിലേക്ക് വരികയായിരുന്നു. അന്ന് ഈ പൊതുവേ എല്ലാ ആൾക്കാരും മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കാര്യം, ആ കാലത്ത് ഇത്രയും പ്രതീക്ഷയോടുകൂടി ഇരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇതെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന ആ ഒരു വീഡിയോ ആദ്യം കാണുമ്പോൾ എന്തായിരുന്നു എൻ്റെ ഫീലിംഗ് എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്ത ആളുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് ആലോചിക്കാൻ അതിപ്പോഴും ആലോചിക്കുമ്പോൾ അതിന്റെ തലേദിവസമാണ് മനുഷ്യനൊക്കെ ഓർമ്മയുണ്ടാവും കഴക്കൂട്ടത്ത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആത്മഹത്യ ചെയ്തത്. അതിനും 2 ദിവസം മുമ്പ് തൃശ്ശൂരുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറാണ്, വൈഫ് സ്കൂൾ അധ്യാപികയാണ്. അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു, തോറ്റുപോയി എന്നാണ്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഫൈനാൻഷ്യലി വെൽ സെറ്റിൽഡ്. ഒരു ചെറിയ വീഴ്ച, സ്കിൽഡാണ്, ചെറിയ വീഴ്ച. അതായത് ഈ കഴക്കൂട്ടത്തുള്ള വ്യക്തി മരിച്ചപ്പോൾ അന്ന് പറഞ്ഞത് 1.5 ലക്ഷം രൂപ കൊടുക്കാനുള്ളവനോട് അവധി പറയാൻ മടിയുണ്ട്, അങ്ങനെയുള്ളതില്ല. മറ്റവരാണെന്നുണ്ടെങ്കിൽ അവരുടെ വീട് പണി മുന്നോട്ട് പോകുമോ, ലോണിന് എന്ത് സംഭവിക്കുന്നത്, ആ സമയത്താണ് ഒന്നുമില്ലാതെ ഉള്ളതിന്റെ പുറകെ വീണ്ടും ഒരു 10-18 ലക്ഷം രൂപ ലോൺ എടുത്ത് വെച്ചിട്ടിരിക്കുന്ന എനിക്ക് ഇന്നും ഞാനത് എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇത് കളയണം. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ആ വേസ്റ്റേജ് ഒക്കെ നഗരസഭയ്ക്കാണ് കൊടുത്തത്. അന്നൊരു 1100 രൂപ അങ്ങോട്ട് കൊടുത്തു. രണ്ടാമത്തെ പ്രാവശ്യം 1100 രൂപ കൊടുക്കാനില്ലാത്ത വഴിയാണ്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് ഉണ്ട്. ഇത് പുറത്ത് കളഞ്ഞാൽ പക്ഷികൾ എന്തെങ്കിലും കഴിച്ച് ചത്തുപോയാൽ അതിന്റെ ദോഷം നമുക്ക് ഉണ്ടാവണ്ട. അന്ന് അതിനെ ഞാൻ കുറച്ചുകൂടി ധൈര്യത്തോടുകൂടി അതിനെ ഫേസ് ചെയ്തത് കൊണ്ട് ഇന്ന് എനിക്ക് വരുന്ന നഷ്ടങ്ങളൊന്നുമല്ല. ഇന്ന് ഞാനിപ്പോൾ കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ എൻ്റെ മകള് എപ്പോഴും പറയുന്ന കാര്യം, ഇതിലും അപ്പുറം വന്നിട്ട് നമ്മൾ നിന്നില്ലേ. അത് ഒരുപാട് പേർക്ക് പ്രചോദനമായി. ഞാൻ എപ്പോഴും എല്ലാവരും ചോദിക്കും, ഇന്നലെ ഞാൻ 2 ദിവസം ഞാനൊരു ഭയങ്കര ക്രൈസിൽ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്താ എന്നെ പറ്റി കരുതുന്നത്? അപ്പോൾ ചിലർക്ക് നമ്മൾ ഭയങ്കര പരാജയമാണെന്ന് തോന്നും. ഭയങ്കര പരാജയം. കാരണം അവര് രോഗങ്ങള്, പ്രശ്നങ്ങള്, ഹസ്ബൻഡ് ഇല്ല, അവർക്ക് എന്തും ബുദ്ധിമുട്ടുകൾ, അവരെന്ത് തുടങ്ങിയാലും അവിടെ ഒന്നില്ലെങ്കിൽ ULCC-ക്കാർ വന്ന് റോഡ് കുത്തിപ്പൊളിച്ചിടും, ഇല്ലെങ്കിൽ കൊറോണ, ഇല്ലെങ്കിൽ എന്തെങ്കിലും. പക്ഷെ ചിലർക്കുണ്ടല്ലോ നമ്മൾ ഭയങ്കര പ്രതീക്ഷയാണ്. ഇത്ര പേര് നമ്മളെ മോശം എന്ന് പറഞ്ഞാലും നമ്മളെ നല്ലതെന്ന് പറയുന്നവർ ഈ ലോകത്തുണ്ട്. സോ വി ഷുഡ് ലീവ് ആൻഡ് സർവൈവ് എന്നുള്ളത് അന്ന് അങ്ങനെ മാത്രം ചിന്തിച്ചുകൊണ്ട്, മക്കളെ മാത്രം ചിന്തിച്ചു അത് ചെയ്തതാണ്. ഏത് പാറയിൽ വിതച്ചാലും നമ്മൾ മുളയ്ക്കും, പിന്നെ എല്ലാം പറ്റത്തില്ല. അപ്പൊ ആ നോട്ടിൽ നമുക്ക് അടുത്ത പ്രിയഗാനം കേൾക്കാം. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് മോഹൻലാലിന്റെ ഒരു പാട്ടുണ്ട്, കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. വെരി ഗുഡ്. കാരണം എന്റെ സിറ്റുവേഷന് ചേരുന്ന പാട്ട്. ഉറക്കെ ചിരിച്ച് വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് മൈക്രോ ജംപ്, അത് നാട്ടുകാരെ ഓടി വരൂ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ആക്ച്വലി എന്തോ ഉദ്ദേശം? അതെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞതിൽ തന്നെ വീണ്ടും ചിലവരാണ്. ജീവിക്കാൻ ഒരുപാട് വഴിയുണ്ട്, തിരഞ്ഞെടുക്കലുകളാണ് നമ്മളെ നയിക്കുന്നത്. ഒരു 2 പ്രാവശ്യം ക്യാൻസറിന്റെ സാധ്യത മുന്നിൽ കണ്ട ഒരാളാണ് ഞാൻ. 2 പ്രാവശ്യവും ഞാൻ അതിൽ നിന്ന് തട്ടി വീണ് രക്ഷപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ എനിക്ക് 2-3 മാസമായിട്ട് എൻ്റെ ബോണിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ മീൻസ് ഓർത്തോയുടെ ഇഷ്യൂമായിട്ട് പോവുകയും അതിങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറഞ്ഞ് ബോണിൽ വീണ്ടും അത് ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചപ്പോൾ ഹോർമോൺ, അതായത് ഒന്ന് മെനോപ്പസ് ആണ്, അതിനോടൊപ്പം തന്നെ എനിക്ക് യൂട്രസ് 24 വർഷമായിട്ടില്ല. ഒരു ഹോർമോണുകളുടെയും പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അവിടെ ഈസ്ട്രജൻ നമുക്ക് റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സൈഡ് എഫക്റ്റ് ബ്രസ്റ്റ് ക്യാൻസറാണ്. അതാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ്. ചെയ്യാതിരുന്നാൽ ഒരു 2-3 വർഷം കഴിയുമ്പോൾ നമ്മൾ ബോണിൽ ഡെൻസിറ്റി കുറഞ്ഞ് ബോണിൽ CA-യിലോട്ട് പോകും. ഈ സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ കിളി മൊത്തവും പോവും, ഇപ്പോഴേ തന്നെ പോയി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോറ്റുപാത്രം നമുക്കിപ്പോൾ ഉള്ള 140-ൽ നിന്ന് 240-ലോട്ടാക്കാം. പക്ഷെ 240-ലോട്ടാക്കുമ്പോൾ അതിനുള്ള ആരോഗ്യമില്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വേറൊരു സ്റ്റാഫിനെ വെക്കാനേ പറ്റും. ഐഫ്രൂട്ട് ഇപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് വരുന്നുണ്ട്. ഐഫ്രൂട്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് തിരിച്ചെടുക്കാൻ എളുപ്പം ഉടനെ സാധ്യമല്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു നമുക്ക് ക്രൗഡ് ഫണ്ടിങ് ഒക്കെ തുടങ്ങിയല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്ന ഞാൻ ഇങ്ങനെ ആളുകൾ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെയും നല്ല ഭംഗിയായിട്ട് വേഷമൊക്കെ തിരിച്ചെടുക്കുന്ന ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടാണോ ക്രൗഡ് ഫണ്ടിങ് എന്ന് ചിന്തിക്കില്ല, തോന്നല. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നെക്കൊണ്ട് പറ്റാത്ത ഒരു സ്റ്റേജ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഐ വിൽ ടെൽ യു ഐ നീഡ് യുവർ ഹെൽപ്പ്. അവിടെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇന്നിവിടെ ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ബ്ലോഗിങ് ചെയ്യുന്നവരുണ്ട്. ദേ ആർ ചാർജിങ്. അവരുടെ ചാർജും ഇതുമൊക്കെ സാധാരണക്കാരന് അടുക്കാൻ പറ്റുന്നത്. പക്ഷെ സാധാരണക്കാരുടെ ചെയ്യുന്നവരും ഉണ്ട്, അത് ഞാൻ മറക്കുന്നില്ല. പക്ഷേ ഈ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ ലാക്സ് മില്യൺസിൻ്റെയൊക്കെ വ്യൂ ഒക്കെ കാണുന്നുണ്ട്. ഒരു സ്ഥാപനം മില്യൺ വ്യൂ ഒക്കെ കണ്ടിട്ട് ഞാൻ പിന്നെ ആലോചിക്കണം, വീണ്ടും ഇവരെന്തിനാണ് ഈ മില്യൺ ആളുകൾ ആ കടയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കച്ചവടം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആക്ച്വലി ഇതെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു തട്ടിപ്പുകളാണ്. ഇതൊന്നും ഇല്ലാതെ എനിക്ക് ആകെപ്പാടെ ഒരു 10-12 ഫോളോവേഴ്സേ ഉള്ളൂ. എനിക്ക് ഈ പറയുന്ന പോലെ മില്യൺ ഫോളോവേഴ്സ് ഒന്നും ഇല്ല. ഇപ്പം എന്നെ എല്ലാവരും അറിയുന്നത് ചോറ്റുപാത്രം ശാലിൻ, അതല്ലെങ്കിൽ ഐഫ്രൂട്ട് ശാലിൻ, ചിലർ അറിയുന്ന ഐസ്ക്രീം കലക്കിക്കളഞ്ഞ ആള്, അങ്ങനെയൊക്കെയാണ് പലരും എന്നെ തിരിച്ചറിയുന്നത്. അപ്പോൾ
ഞാൻ എന്നെയാണ് ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചത്. ഇന്ന് പലരും പലരുടെ പ്രോഡക്റ്റുകൾ ബ്രാൻഡ് ചെയ്യുന്നില്ല, പലരുടെ കഴിവുകൾ ബ്രാൻഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ നിങ്ങളെ ബ്രാൻഡ് ചെയ്യാം. അപ്പോൾ ഈ ബ്രാൻഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗുകാർ 2000, 3000, 5000 രൂപയൊക്കെ പറയുന്നു. എപ്പോഴും ചോറ്റുപാത്രം 35 രൂപയ്ക്ക് തുടങ്ങിയപ്പോഴാണ് 80 രൂപയും 90 രൂപയും കൊടുക്കുന്ന ചോറുകളുടെ ഇടയിൽ ചോറ്റുപാത്രം വ്യത്യസ്തമായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് 1 രൂപയ്ക്ക് ബ്രാൻഡ് ചെയ്യാം. ഒന്നുമില്ലെങ്കിലും 10 പേര് വിളിച്ചെങ്കിലും ചോദിക്കുമല്ലോ എന്താ. 1 റുപ്പി ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണത്. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപയെ ആദ്യം ബ്രാൻഡിങ്ങിന് വാങ്ങിക്കത്തുള്ളൂ. ആ 1 രൂപ വാങ്ങിച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപയുടെ ബിസിനസ് തരാമെന്ന് പറയുന്നില്ല. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നുവെന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നുവെന്നും ഞാനത് പരിചയപ്പെടുത്തും. നിങ്ങളെപ്പറ്റി നിങ്ങൾ തള്ളാത്തത് ഞാൻ തള്ളിത്തരാം, അത്രേ ഉള്ളൂ. ആ 1 റുപ്പി മേടിച്ചപ്പോൾ ചെല്ലു ചോദിച്ചു 1 രൂപയ്ക്ക് എന്ത് അല്ല, ഇതിനകത്തൊരു എനിക്ക് ഉറപ്പുണ്ട് ഒരു 3000 പേരൊക്കെ കാണും. ഒരാളോട് ഞാൻ നിങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് 1 രൂപ തരൂ, 3 ദിവസമാണ് ഞാൻ നിങ്ങൾക്ക് വെക്കുന്ന സമയം എന്ന് പറഞ്ഞതും ഒത്തിരി പേര് വന്നു. ഒത്തിരി സന്തോഷത്തോടെ കുറേ പേര് വന്നു. അതിൽ എല്ലാവരെയും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് പറ്റുന്നതുണ്ട്. ചില ഈ ന്യൂട്രീഷൻസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റില്ല, നമ്മൾ ഉപയോഗിക്കാത്ത പ്രോഡക്റ്റുകൾ. കോളേജ് അഡ്മിഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല, കോളേജിൻ്റെ അങ്ങനെ പലതും. ചിലതിനെ ഇങ്ങനെ തിരഞ്ഞെടുത്ത് അത് ചെയ്തു. ഏറ്റവും സന്തോഷകരമെന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിച്ചത് 3 ദിവസം കൊണ്ട് 3000K കടക്കുക, 5000K കിടക്കാന്ന്. ഒറ്റ ദിവസം കൊണ്ട് അത് 10, 15, 30K ഒക്കെ കടന്നു. സോ അവിടെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ സത്യസന്ധമായിട്ട് ഒരു കാര്യത്തെ മറ്റുള്ളവരോട് പറയാൻ ശ്രമിച്ചാൽ കേൾക്കാൻ ഇവിടെ ആളുണ്ട്. ആൻഡ് വെരി ഹാപ്പി തിങ്, ഞാനിപ്പോൾ 3 വീഡിയോ ആണ് ചെയ്തത്. ആ 3 വീഡിയോ ചെയ്തവർക്കും അവരെനിക്ക് തന്ന 3000 രൂപ നഷ്ടമായില്ല എന്നുള്ളതാണ് വിജയം. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ വി കാൻ സേ ടു മച്ച്. ഭയങ്കര വലിയ ഈ ഗവേഷണ വാക്കുകളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ വർത്താനം പറയാനറിയും, അങ്ങനെ വർത്താനം പറഞ്ഞതാ. അതായിരുന്നു അതിന്റെ ആകർഷണവും. ഇവരെന്തോ ഈ പറയുന്നതെന്നായിരുന്നു. അങ്ങനെയല്ല, മന്ത്രമില്ല, മായമില്ല, മായാജാലം ഒന്നുമില്ല. എനിക്ക് പെട്ടെന്ന് നമ്മുടെ ജംഗ്ഷനുകളിലൊക്കെ അതെ ഈ സംസാരിക്കുന്ന ആളെയല്ല ആ വീഡിയോയിൽ എന്ന് തോന്നുന്ന രീതിയിലാണ്. നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, പേരുള്ള ലിസും എബിയും മക്കളാണ്. അതെ, എലിസും എബിയും. എവിടെ നിന്നാണ് ഷാലിൻ ലിസ് എബി എന്ന് 3 പേരും കൂടി ചേർന്ന് പോവാം, അല്ലെങ്കിൽ എന്നെ പറയുമ്പോൾ എൻ്റെ മക്കളും കൂടി വേണം എന്നൊരു തീരുമാനം? നമ്മളെപ്പോഴും പറയുന്ന ഒരു സ്ത്രീ, ഒരു പെണ്ണെന്ന് തന്നെ പറയാം. പെണ്ണ് ജനിക്കുമ്പോഴും പെണ്ണാണെങ്കിലും ആണാണെങ്കിലും, പക്ഷെ പെണ്ണിന് അവിടെ ഒരു കുറച്ചുകൂടി ഇപ്പോഴും ചിന്താഗതികൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പം ആണുങ്ങൾ ജനിക്കുമ്പോൾ ഒരിക്കലും അപ്പൻ്റെ പേര് അമ്മയുടെ പേരിടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അവിടെ ഒരു സ്ത്രീ ജനിക്കുമ്പോൾ നമ്മൾ അറിയാതെ അപ്പൻ്റെ പേരോ ജാതിപ്പേരോ വീട്ടുപേരോ അതിൻ്റെ കൂടെ വരും. വിവാഹം കഴിച്ച് കഴിയുമ്പോൾ നിർബന്ധമായിട്ട് ഭർത്താവിൻ്റെ പേര് അതിൻ്റെ കൂടെ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കലഹ. ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഭർത്താവിൻ്റെ പേര് വെക്കണം. ഇപ്പോൾ സ്പൗസ് വിസയ്ക്ക് വേണ്ടി വെക്കുവാണെങ്കിൽ അതെങ്കിലും അങ്ങനെ പറയാം. പക്ഷേ എന്നാൽ ആ പേര് വേണം. അപ്പോൾ അപ്പൻ്റെ പേര് കളഞ്ഞ് ഭർത്താവിൻ്റെ പേര് വരാം. പിന്നെ ഈ ഭർത്താവ് നോക്കിയാലും തല്ലിയാലും നോക്കിയില്ലെങ്കിലും നമ്മൾ ഉപേക്ഷിച്ച് പോയാലും മരണം വരെ നമ്മൾ അങ്ങേരെ ചുമന്നുകൊണ്ട് കൊടുക്കണം. അതൊരു രീതിയാണ്. പേരിൻ്റെ കൂടെയെങ്കിലും ചുമക്കണം. അതാ പറഞ്ഞു, ഇത് ഉപേക്ഷിച്ചാലും നമ്മൾ ചുമക്കണം. പക്ഷെ അവിടെയൊക്കെ നമ്മളെ ശക്തരാക്കുന്ന ഒരു വ്യക്തികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല വ്യക്തികളും പല മഹാന്മാരുടെ പേരുകൾ അവരുടെ പേരിനോട് ചേർത്ത്, ബിക്കോസ് ദേ ആർ ഇംപ്രസ്ഡ് വിത്ത് ദം, ദേ ആർ മോട്ടിവേറ്റഡ് ബൈ ദം. ഞാൻ എൻ്റെ ഈ 14 വർഷത്തെ ജീവിതത്തിൽ ഞാൻ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടത്, എന്നെ ഞാനാക്കി മാറ്റിയതും, ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ സംസാരിക്കാൻ എന്നെ ശക്തയാക്കിയതും നമ്മൾ ഒരുമിച്ചാണ്, നമ്മൾ കൂടെയുണ്ട്. ഇന്നും എന്ത് പ്രശ്നം വന്നാലും അവരൊക്കെ ഇപ്പോൾ 2 പേരും എൻ്റെ അടുത്തില്ലെങ്കിൽ പോലും രാവിലെ അവർ പോകുന്നതിന് മുമ്പാണെങ്കിലും വിളിക്കുകയും എപ്പോഴെങ്കിലും ജനം ഓക്കെ ആണോ, പേടിക്കണ്ട, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ധൈര്യം തന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നോക്കിയപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളും. പിന്നെ അത് മാത്രമല്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന ഒരിതുണ്ട്. ഒരമ്മ, ഒരു സിംഗിൾ പാരൻ്റ് തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു പാരൻറ്റിങ് ഉണ്ട്. ഞാൻ കൊടുത്ത എല്ലാ കാര്യങ്ങളും അവർ വളരെ ഡെഡിക്കേറ്റഡ് കൂടി അവരതിനെ ഇത് ചെയ്തു. കാരണം ഞാൻ വിതച്ച വിത്തുകളൊന്നും അവർ നശിപ്പിച്ച് കളഞ്ഞില്ല. സോ ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് പ്രൗഡാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ എൻ്റെ മക്കളുടെ പേര് എൻ്റെ പേരിനോടൊപ്പം വെച്ചിട്ട്, സോ ഐ എം എ വെരി പ്രൗഡ്. നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ഈ ഒരു ബന്ധത്തെ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. നമുക്കൊരു അടുത്തൊരു പാട്ടിനോട് സമയമായി. അടുത്തൊരു പാട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭയങ്കര ഈ മക്കളുടെ പേര് പറയുമ്പോൾ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു പാട്ടാണ് ആരാധികെ. നല്ല രസമല്ല ചേർന്ന്, ഒരുപാട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന വരികളും ഒത്തിരി നല്ല. അതിനകത്ത് നമുക്ക് ഭയങ്കര നമ്മൾ തന്നെ കുഞ്ഞുങ്ങളാൽ പൊതിയപ്പെട്ടിരിക്കുന്ന പോലെ തോന്നും. ഇറ്റ്സ് വെരി ഗുഡ് വൺ.
ഒരു സാധാരണ സംരംഭങ്ങളിലേക്ക് വരുന്ന ഒരു സ്ത്രീക്ക് സമൂഹം മൊത്തത്തിൽ, പ്രത്യേകിച്ച് കേരള സമൂഹം, ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും ശാലിൻ അതൊരു ബാധ്യതയായി എടുക്കുന്നില്ല. ശാലിൻ അത് കണ്ടില്ല എന്നടിക്കുന്നു. ശാലിൻ വളരെ ശക്തമായി തന്നെ അവനവന്റെ തീരുമാനങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ എപ്പോഴെങ്കിലും തളർത്തുന്ന വാക്കുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ സിംഗിൾ പാരന്റിങ്ങിന്റെ വേറൊരു സിംഗിൾ വുമൻഹുഡ്, അതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില നിലപാടുകളൊക്കെ എടുക്കുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് വേഴ്സ്റ്റായിട്ടായിരിക്കും ചിലപ്പോൾ സംസാരിക്കുക. അതിനെ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുന്നേക്കാൻ പറ്റത്തില്ല. അതിനെ കേൾക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരാളോട് വേണ്ടാതനം പറയുക എന്ന് പറയുന്നത് ചിലർക്ക് അതൊരു രസകരമായിട്ടുള്ള കാര്യമാണ്. അവർക്കൊരാളെ നോവിക്കുക എന്ന് പറയുന്നത് അവർക്കത് ചിലപ്പോൾ ഒരു പൂ നുള്ളിക്കളയുന്ന ലാഘവത്തോടു കൂടി അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കത് ആദ്യമൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പം നമുക്ക് കുഴപ്പമില്ല. കാരണം പിന്നെ ഏറ്റവും വലുതായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഈഗോയാണ്. നമ്മുടേതായ ചില ഇടങ്ങളുണ്ട്. ഞാനിപ്പോൾ എടുത്തു പറയാൻ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവരുടെ അജണ്ടയിൽ തന്നെ പോകണമെന്ന് ചിന്തിക്കുകയും നമ്മുടെ സ്വാതന്ത്ര്യത്തെ തന്നെ പലപ്പോഴും നിഷേധിക്കപ്പെടുന്ന രീതിയിൽ അതിന്റെ ഭാഗമായാൽ മാത്രമേ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ എടുത്തിടുമ്പോൾ നമ്മൾ അതിനെ എതിരെ ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവളും അഹങ്കാരി, ചട്ടമ്പി അങ്ങനെയൊക്കെ വരും. പക്ഷേ അത് കേൾക്കുമ്പോൾ ഞാൻ പറയുന്ന സ്ത്രീ തളർന്നൊന്നും പോകണ്ട, ഇടയ്ക്കൊക്കെ ഒരു ബുലൻദേവി ആവണം. അതൊരു ബുലൻദേവി ആകുന്നത് കൊണ്ട് നഷ്ടമൊന്നും വരത്തില്ല. നിങ്ങളെ ചിലപ്പോൾ അഹങ്കാരി എന്ന് വിളിക്കുമായിരിക്കാം, നിങ്ങളെ ചിലപ്പോൾ തന്നിഷ്ടക്കാരി എന്ന് വിളിക്കുമായിരിക്കാം, നിങ്ങൾ രാത്രിയിലൊന്ന് സഞ്ചരിക്കുന്നത് കൊണ്ട് നിങ്ങളെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പേരുകൾ ഇട്ടെന്നിരിക്കാം. ഇത് കേരളമാണ്, ഇന്ത്യയാണ്. നിനക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ എങ്ങനെ വിനിയോഗിക്കണമെന്നും നീ മറ്റുള്ളവർക്ക്, അതായത് ഞാൻ എപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നത്, ആരെന്ത് പറഞ്ഞാലും എൻ്റെ മനസാക്ഷി തെറ്റെന്ന് പറയാത്തത് ഞാൻ ചെയ്യുക. എൻ്റെ ഇൻഡിപെൻഡൻസി അതാണ്. പിന്നെ സമൂഹത്തെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സമൂഹം എന്ന് പറയുന്ന ഒരിടത്ത് തന്നെയാണ് നമ്മൾ ഉള്ളത്. പക്ഷേ നമ്മൾ സമൂഹത്തിനും സമൂഹം നമ്മളെ ചോദ്യം ചെയ്യപ്പെടാനും ഇല്ലാത്ത രീതിയിൽ പോകുമ്പോൾ ഈ പറയുന്ന ഇതിനെയൊക്കെ നമ്മൾ ഹായ് ബൈ താങ്ക് യു ഓക്കെ താങ്ക് യു അങ്ങനെ പറഞ്ഞു ചിരിച്ചു വിളിച്ചങ്ങ് വിടുക, അത്രയേ ഉള്ളൂ. അല്ല, ഇന്നത്തെ ഈ ഒരു അഭിമുഖത്തിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം അവസാനം ഒരു ചിരിയിലാണ് അവസാനിക്കുന്നത് എന്നുള്ളതാണ്. ചിരിക്കാനാണെങ്കിൽ ഭയങ്കര രസമാണ്, കരയാൻ ഭയങ്കര മെനക്കേടാ. വേറെ തിരിച്ചാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. അതായത് ഒരു കാര്യമുണ്ട്, ദ വേ വി ആർ ടോക്കിംഗ്. ഞാൻ എപ്പോഴും പറയുന്നത്, ചിരിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തെ നേരിടാൻ പറ്റും, കരഞ്ഞുകൊണ്ട് നമുക്ക് ആരെയും നേരിടാൻ പറ്റും. നമ്മൾ കരയുന്ന, നമ്മുടെ പ്രശ്നങ്ങളിൽ എപ്പോഴും പരിതപിക്കുന്ന, നമുക്ക് കരച്ചിലിന്റെ ഭാവം ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ FB ഒന്നും നിങ്ങൾ ആരും ഫ്രണ്ട് ആവല്ലേ, അതിനകത്ത് ഞാൻ ചിലപ്പോൾ ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ളത് എഴുതും. എനിക്ക് അങ്ങനെ ഒരു ഭാവം ഉണ്ട്. പക്ഷെ അത് ഞാൻ എഴുതുമ്പോഴും എൻ്റെ ചിരിച്ച മുഖം തന്നെയാണ് ഇടുക. കാരണം എല്ലാം ഒളിക്കാനായിട്ട് ചിരിക്ക് പറ്റും. ഞാൻ അകത്തിരുന്ന് കരയുന്നത് പോലും മനീഷിന് കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ കരയുകയാണ് എങ്കിൽ എൻ്റെ ഉള്ളിലെ ചിരി മനീഷിന് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ചിരി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ക്യൂട്ട്, നല്ലൊരു മുഖം മൂടിയാണ്, എല്ലാത്തിനെയും മറയ്ക്കാൻ നല്ല രസമാണ്. ഒരു 20s, അതായത് ലൈഫ് ഏറ്റവും ഗംഭീരമായി നിൽക്കുന്ന ഒരു സമയത്താണ് ഒരു സങ്കട വാർത്ത എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം പൊതുവേ ഒരു ക്യാൻസർ എന്ന് പറയുന്ന ഒരു ജെറിയാട്രിക് ഡിസീസ് ആയിട്ടാണ് അടുത്ത കാലം വരെയെങ്കിലും കണക്കാക്കുന്ന ആൾക്ക് 20s അത് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. അത് മുതൽ ലൈഫിനെ കാണുന്നതിൽ എന്ത് വ്യത്യാസമാണ് വന്നിരിക്കുന്നത്? അത് അറ്റ് മൈ ഏജ് ഓഫ് 26 ഇറ്റ്സ് ഗെറ്റിംഗ്. കാരണം നമ്മൾ ഈ പറയത്തില്ല, നമ്മളുടെ ഇഷ്ടങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമ്മൾ വിവാഹത്തിലേക്ക് കടന്നു വരേണ്ടി വരിക. ഇറ്റ്സ് വെരി അതുകൊണ്ട് ഇപ്പം എൻ്റെ മകൾ 27 വയസ്സായി. ഈ നാട്ടുകാർക്കാണ് ഭയങ്കര സങ്കടം അവളെ കെട്ടിച്ചു വിടാത്തതിൽ. ഞാൻ പറയും, അവൾ 27 വയസ്സായി, അവൾ സ്വന്തമായിട്ട് അവളുടെ ലൈഫ് നോക്കുന്നു. അവൾക്ക് എപ്പോൾ കെട്ടണമെന്ന് തോന്നട്ടെ അവൾ കെട്ടട്ടെ, അതാണ് അവളുടെ ലൈഫ്. നമ്മളൊക്കെ അതിനകത്ത് അങ്ങ് പോയി അവിടെ നിന്ന് വിവാഹ ജീവിതത്തിൽ വന്നപ്പോഴേക്കും നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകളുടെ കാലഘട്ടമായിരുന്നു. അന്ന് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ അവിടെ തന്നെ നമ്മൾ ഒതുങ്ങിക്കൂടുന്നതാണ്. ഇന്നത്തെ പോലെ അതിൽ നിന്ന് ടോക്സികൾ പുറത്തു വരത്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാമത്തെ മകൻ ജനിച്ച് 5ാമത്തെ മാസമാണ് ഇതാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോഴ് ഒരു ചൈൽഡിഷ് തന്നെ. ഞാൻ അപ്പോഴും ഒരു 26-ാം വയസ്സിൽ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്നോട് ഡോക്ടർ പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് പ്രസവിക്കാൻ വേണ്ടിയിട്ടാണ് ഗർഭപാത്രം, അത് 2 കുഞ്ഞുങ്ങൾ മതി എനിക്ക് തീരുമാനിച്ചു. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം അസ്. അതിനെ അങ്ങനെ മാത്രമാണ് കണ്ടത്. അത് അറിയുമ്പോഴല്ല നമുക്ക് കൂടുതൽ, പിന്നീട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളാണ് നമ്മളെ തളർത്തുന്നത്. ആ സമയത്തൊക്കെ എവിടേക്കോ നമ്മൾ ഒറ്റപ്പെടുന്നത് പോലെ തോന്നും. അതായത് ചുറ്റുവട്ടം എല്ലാവരും ഉണ്ട്, പക്ഷേ വി ആർ ലിവിങ് അലോൺ. ആ ഒരു ലോൺലിനെസ്സിൽ നിന്നാണ് ഏതൊരു വ്യക്തിയും അതിജീവിതയാകുന്നതും പോരാളിയാകുന്നത്. നമ്മുടെ ഒറ്റപ്പെടലുകളിലാണ് നമ്മൾ ശക്തരാകുന്നത്. 26-ല് ഉണ്ടായ ഒരു ഇൻസിഡന്റ് കുറേയൊക്കെ ബോൾഡ് ആവാനിടയാ. കാരണം ഇതിനപ്പുറം വരാൻ ഇനി ഒന്നുമില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടു.
അതൊരു ഭയങ്കര വെട്ടിമുറിക്കലാണ് നമ്മുടെ ശരീരത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ഗർഭപാത്രം എടുത്ത് മാറ്റുക എന്ന് പറയുന്നത്. 50 അടുക്കുന്ന ഇപ്പം ഞാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഗർഭപാത്രത്തിന് എന്ത് കുഴപ്പമുണ്ടായാലും നിങ്ങൾ കളയല്ലേ, കാരണം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. സോ അത് ഇന്ന് ആലോചിക്കുമ്പോൾ ഇറ്റ്സ് വെറി, അതിനെ ലാഘവത്തോടുകൂടി ഇപ്പം കാണാൻ പറ്റുന്നില്ല. ബട്ട് വി വിൽ റോക്ക്. അതെ, അവിടെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷവും വി വിൽ റോക്ക്, അവിടെയാണ്. അപ്പോൾ ഈ നോട്ടിൽ നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം. ഏത് പാട്ട് കേൾക്കും? ഇതിൽ ഈ സമയത്ത് നിങ്ങൾ എന്നെ ഭയങ്കര സങ്കടമുള്ളത് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് വരുമ്പം ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കെയറിങ് പോലെ തന്നെ വീണ്ടും വീണ്ടും ഒരു കെയറിങ് ആണ്. ഈ ഒരു സമയത്ത് ഒറ്റപ്പെടലിൽ എപ്പോഴും നമ്മളെ ശക്തരാക്കുന്ന ഒരു ചുറ്റുപാട് നമുക്ക് വേണം. അവിടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കിലുകിൽ പമ്പരം ആ പാട്ട് കേൾക്കാം. കിലുക്കം സിനിമയിലെ പാട്ടാണ്, നമുക്ക് കേട്ടാം. ഈ എക്സ്പീരിയൻസ് എല്ലാം കൊണ്ട് ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ രസകരമായിട്ടുള്ള എന്തെങ്കിലും കമൻറ്റുകൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ ഒക്കെ ഈ കേൾക്കാൻ വരുന്നവരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ടോ? ഇത് ക്ലാസ്സുകൾ എടുക്കാൻ പോയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഉണ്ടായത് 2020 മാർച്ച് 23 വരെ ഒരു പട്ടിക്കുഞ്ഞിന് പോലും എന്നെ അറിയണ്ടായിരുന്നില്ല. ഈ തിരുവനന്തപുരത്തോട്ട് ഞാൻ എത്തിപ്പെട്ടതാണ്. പക്ഷേ 2025 വരുമ്പോൾ എന്നെ ഇങ്ങനെ തിരിച്ചറിയാൻ പലരും തുടങ്ങി. ഓടി വരിക. ഇപ്പം നമ്മളിപ്പോൾ ഭയങ്കര തിരക്കുള്ളെടുത്ത് അവിടെ എന്തെങ്കിലും വലിയ മീറ്റിംഗ് നടക്കുന്നിടത്ത് നമ്മൾ ആ പരിപാടി പങ്കെടുക്കാൻ പോയാലും ചിലർക്ക് നമ്മളെ അറിയില്ല. ചിലർ ഓടി വന്ന് സെൽഫി എടുക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നോക്കും, ഇതായതാണ് എന്നുള്ള രീതിയിൽ നമുക്കതൊരു ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. അപ്പം ഞാൻ പറയും, ഞാൻ ഇവിടെ ഗസ്റ്റ് അല്ല, ഞാൻ വന്നത് അവിടെ. അപ്പോഴും ഇല്ല ഫോട്ടോ എടുത്തിട്ട് അത് നമുക്കൊരു വല്ലാത്തൊരു അനുഭവമാണ് തരുന്നത്. ബിക്കോസ് നമ്മൾ തിരിച്ചറിയപ്പെടുന്നു. ഈ തിരിച്ചറിയപ്പെടുന്നതെല്ലാം നമ്മൾ ചെയ്ത, അതായത് ഒരു ലൈഫിൽ നമ്മൾ തോറ്റു കൊടുക്കാതെ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ മേലാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് 2024 പാഠപുസ്തകം പരിഷ്കരിച്ചപ്പോൾ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അതിജീവിത സംരംഭക എന്ന് പറയുന്ന ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഇന്നും എനിക്കതൊരു അതിശയമാണത്. കാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിക്കും, ഞാൻ അതൊന്നും ഡിസേർവിങ് ആണോ എന്ന് ചിന്തിക്കും പലപ്പോഴും. കാരണം എനിക്കുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഈ പറയുന്ന 14 വർഷങ്ങൾക്ക് മുൻപ്. അവിടെ ഞാൻ ഒരൊറ്റ രാത്രി കൊണ്ട് മൊത്തം നഷ്ടപ്പെട്ട് 6 മാസം സൈക്കാട്രിയിൽ ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് പോയി. പിന്നീടുള്ള എൻ്റെ തിരിച്ചുവരവാണിത്. എൻ്റെ ലൈഫിൻ്റെ ഒരു വേറൊരു ടേണിങ് പോയിൻ്റാണിത്. അവിടെ പഴയതിനെല്ലാം മറന്നിട്ട്, ഇന്ന് ആരെന്നോട് പഴയത് ചോദിച്ചാലും ഞാൻ പറയും അതെൻ്റെ അടഞ്ഞ ചാപ്റ്ററാണ്. അതിനെല്ലാം മറന്നിട്ട് ഇതിലോട്ട് വന്ന് ഇന്ന് കുഞ്ഞുങ്ങൾ എന്നെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം ഞാൻ എന്നെ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ഐ എം എ റോൾ മോഡൽ ഫോർ സം അതേഴ്സ്. അപ്പം ഞാൻ എൻ്റെ നടത്തമാണെങ്കിലും എൻ്റെ വാക്കാണെങ്കിലും എൻ്റെ പ്രവൃത്തിയാണെങ്കിലും, കാരണം എന്നെ ഏറ്റെടുത്ത, എന്നെക്കുറിച്ച് പഠിച്ചിറങ്ങിയ, ആ പുസ്തകത്തിൻ്റെ ഭാഗമാക്കിയ ആ അധ്യാപകരുടെ മുൻപിലാണെങ്കിൽ പോലും നാളെ നമ്മളൊരു ഇതാവരുത്. പിന്നെ ക്ലാസ്സുകൾ എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ SSKയുടെ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നുണ്ടായിരുന്നു. അവർ ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ് പറയാൻ എന്നെ വിളിക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യം, ടേൺ ഓവറുകളില്ല, ഒന്നുമില്ല, ഇപ്പോഴും ബാധ്യതകൾ മാത്രം. അതായത് 2020 18 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുന്നു. കടയുടെ കാര്യം മാത്രം വേണമെങ്കിൽ 20 ലോക്ക്ഡൗൺ, 21 ലോക്ക്ഡൗണിൻ്റെ ബാക്കി പത്രം തിരിച്ച് രക്ഷപ്പെടാനായിട്ട് വരുന്നു. 22 നമ്മളങ്ങനെ കട തുടങ്ങുന്നു. 23 ആയപ്പോഴേക്കും ULCC പണി മുടക്കി 1 വർഷക്കാലത്തോളം. 5 വർഷത്തിൽ 3 വർഷവും ഷോപ്പ് തുറക്കാൻ പറ്റിയിട്ടില്ല. 2 വർഷം കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു സീരിയൽ ഓൺട്രപ്രണർഷിപ്പിലേക്ക് വന്നത്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് പാഠമാകുമ്പോൾ അവരൊരുപാട് നമ്മളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ₹1 ബ്രാൻഡിങ് എന്ത് വന്നാലും, ഇപ്പം നമ്മുടെ ഇത് മാത്രമല്ല, നമ്മുടെ അമൃത ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ MBA സ്റ്റുഡൻസ് അവരുടെ പ്രോജക്റ്റിന് എന്നെയാണ് എടുത്തത്. DDI എന്ന് പറയുന്ന ലയോള കോളേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോജക്റ്റ്, സോഷ്യോ ജേർണൽ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൽ അവരുടെ പാഠ്യപദ്ധതിയിൽ അവരെൻ്റെ സ്റ്റോറി ബുക്കാക്കിയിട്ടാണ് അവർ പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പോകുമ്പോൾ സന്തോഷമാണ്, അതിലേറെ അതീവ ശ്രദ്ധയാണ്. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകുമ്പോൾ, ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മളെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൂടുതൽ ഉത്തരവാദിത്തമുള്ള തീർച്ചയായിട്ടും. അത് ഏതൊരു ലീഡർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് എ വെരി ഹെവി തിങ് ആണ്. അതിന് ഞാനിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. ഈ കുട്ടികളും പാഠ്യപദ്ധതിയും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ അടുത്തത് ഒരു രസകരമായ ഒരു ഗെറ്റ് ടുഗദർ നടന്നല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം വൈകിട്ട് ഷോപ്പിലേക്ക് ഓടി വന്ന് കയറുക, കിലിയിലില്ലാന്ന് സൗണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറേ കുഞ്ഞുങ്ങളിരിക്കുന്ന 6 കുട്ടികൾ
6 കുട്ടികളിരിക്കുന്നു. അപ്പം ഞാൻ അകത്തോട്ട് വേറെ പാരൻസ്, ഇപ്പം അതിലൊരു പാരൻ്റ് ഓടി വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, വർത്തമാനം പറഞ്ഞു. അപ്പം ചേച്ചീനെ പരിചയമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഇത് കയറി വന്ന നൈഫ് റൂട്ടിലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഇതെന്താ ഇവിടെ? അപ്പോൾ പാരൻസ് എല്ലാം മാറിയിരിക്കുന്നു, ഈ കുഞ്ഞുങ്ങൾ കസേരയൊക്കെ ഇട്ട് ഒരുമിച്ചിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു അത് ഇവരിങ്ങനെ സ്കൂൾ അവധിയാണ്, അപ്പോൾ ഇവരിങ്ങനെ പുറത്ത് പോകണമെന്ന് ഇവർ വാശി പിടിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോഴത്തേക്കും ചിന്ത ഈ 5 അമ്മമാരും ഫ്രണ്ട്സാണ്, ഈ ഫ്രണ്ട്സിൻ്റെ മക്കളാണിതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിച്ചതാണ്? അപ്പോൾ അവർ പറയില്ല ഞങ്ങൾ പലരും പലയിടത്തുനിന്ന്. അപ്പം ഞാൻ അടുത്ത് ചോദിച്ചു നിങ്ങൾ ഫ്രണ്ട്സാണോ? അല്ല, ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സ് ആവുന്നതേ ഉള്ളൂ. ഈ 6 കുഞ്ഞുങ്ങൾ പ്രീ KG നമ്മുടെ ശാന്തിനികേതൻ സ്കൂളിലെ പ്രീ KG സ്റ്റുഡൻസ് ആണ്. അവർ ഗെറ്റ് ടുഗദറിന് വന്നിയ. നമ്മുടെ ഷോപ്പിൻ്റെ ഒരു ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർക്കും അകത്തോട്ട് കയറി വരാം, കുഞ്ഞുങ്ങളൊക്കെ അവിടെ വിഹരിച്ച് പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റിൽ കുട്ടിപ്പട്ടാളങ്ങളെ പറഞ്ഞു വിട്ടതാ. നമ്മുടെ ഷോപ്പിലെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള മക്കള്, ഒരു ബ്ലൈൻഡ് മോനുണ്ട്, അവനാണെന്നുണ്ടെങ്കിൽ കരുനാഗപ്പള്ളി എന്നാണ്. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ എൻ്റെ ഷോപ്പിലെ ഏതൊക്കെ സാധനങ്ങൾ എവിടെ ഇരിക്കുന്നതെന്ന് അറിയാം. ഒന്നിടം മാറ്റി വെച്ചാൽ അവൻ പറയും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ അവിടെ വരാറുണ്ട്. അവരാണ് കൂടുതലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പണത്തിനും അപ്പുറമായിട്ടും ഒരുപാട് പേർക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഞങ്ങളുടെ വാർഡ്രോബും അങ്ങനെ തന്നെയാണ് പോകുന്നത്. നമ്മൾ ഒരുപാട് ഇമോഷൻസും കൂടിയാണ് ഷെയർ ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും. ഏത് പാട്ട് കേൾക്കും? ഇത് വരുമ്പോൾ നമ്മളിനി ഇമോഷൻസിനെയൊക്കെ പറത്തി വിടണമല്ലോ. പറത്തി വിട്ടിട്ട് നമ്മളൊരു പുതിയ ലൈഫിലേക്ക് വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗപ്പിയിലെ പാട്ടില്ലേ, ആ പാട്ട് കേൾക്കാം. ഗപ്പിയിലെ തനിയെ. സന്തോഷിന് അവാർഡ് കിട്ടിയ പാട്ടാണ്. അതെ അതെ അതെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. തനിയെ എന്നാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും തനിയാക്കാത്തൊരു പാട്ടാണ്. അതെ അതെ അതെ. നമുക്ക് പാട്ട് കേൾക്കാം. ഇതിൽ ഇപ്പോൾ ഐസ് ഫ്രൂട്ടും ചോറ്റുപാത്രവും അല്ലാതെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് വാർഡ്രോബാണ്. അപ്പോൾ അതിനകത്ത് ഉള്ള ഡിസൈൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? ആക്ച്വലി ഞാൻ 5:30 മണിക്ക് എഴുന്നേറ്റ് 11:30 മണിക്ക് ഉറങ്ങാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. 5:30 മണിക്ക് എഴുന്നേറ്റ് 11:30 മണിക്ക് ഉറങ്ങാൻ പോകുന്നതിനിടയിൽ ഒരു സ്ത്രീ യാത്ര ചെയ്യുന്ന രീതിയുണ്ട്. എല്ലാവരും ഒരേ യാത്രയാണ് ചെയ്യുന്നത്. അതിനെയൊക്കെ ബിസിനസ്സാക്കി മാറ്റുന്നതാണ് ഞാൻ. അത് മറ്റുള്ളവരെയും കൂടെ ചേർത്ത് പിടിക്കുന്നു. 5:30 എണീക്കുന്നു, 6:30 വരെ ഞാൻ എൻ്റെ യോഗ, എൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജം ഞാൻ സംഭരിക്കുന്നു. 6:30 ആകുമ്പോഴേക്കും ഞാനൊരു 10-17 കിലോയോളം അരി കഴുകിയിടുമ്പോഴേക്കും, എന്നിട്ട് രാവിലെ എൻ്റെ മരുന്നുണ്ട്, ആ മരുന്നും കഴിച്ച് ഞാൻ ഇരിക്കുമ്പോഴേക്കും ചിഞ്ചു വരും. പുള്ളിക്കാരി 7:15 വരും. അവൾ ബാക്കി പണിയിലേക്ക് തുടങ്ങുമ്പോൾ 8:30 മണിയാകുമ്പോൾ എണീറ്റ് പോയി ബാക്കി ചോറ്റുപാത്രം 9:30 ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യും. 9:30 മണി കഴിഞ്ഞിട്ട് 10 മണിയാകുമ്പോൾ ചോറ്റുപാത്ര വിതരണം തുടങ്ങും. 11:30 മണിയാകുമ്പോൾ ഞാൻ ഒരു 25 കിലോമീറ്ററോളം സഞ്ചരിച്ച് ബാക്കി ചോറ്റുപാത്രമായിട്ട് ഐഫ്രൂട്ടിലേക്ക് വരും. 11 മണിക്ക് ഐഫ്രൂട്ട് വിവേക് അപ്പോഴേക്കും തുറക്കും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചിഞ്ചു ക്ലീനിങ് ആയി ഞങ്ങളുടെ കിച്ചൺ അങ്ങ് പൂട്ടി. പിന്നെ ഞങ്ങൾക്ക് ഇല്ല, അവിടെ ചോറ്റുപാത്രം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കടയിൽ വന്നു കഴിഞ്ഞാൽ ഈ ചോറ്റുപാത്രം എടുക്കാൻ വരുന്നവരും അവരോടൊക്കെ ഇരുന്ന് സംസാരിക്കും. ആ ഇടയ്ക്ക് ഈ ചോറ്റുപാത്രം ഇങ്ങനെ ഹിറ്റായി നമ്മുടെ വീഡിയോസ് ഇങ്ങനെ വന്നപ്പോഴാണ് ഗുജറാത്തിലെ വാപ്പിയിൽ നിന്നൊരു പെൺകുട്ടിയുടെ കോള് രാത്രി വരികയും ഞാനും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. പിന്നെ അവളെ നമ്മൾ തിരഞ്ഞു പോകുന്നു, അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നു. അങ്ങനെ അവളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാർഡ്രോബ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നത്. വാർഡ്രോബ് എന്ന് പറയുന്നത് കേരളത്തിന് വെളിയിലുള്ള 8ഓളം സംസ്ഥാനങ്ങളിലെ ഖാദി സാരീസ് മാത്രം, ഹാൻഡ് പിക്ഡ് സാരീസ് മെയ്ഡ് ബൈ വിമൻ. അപ്പോൾ അത് പലയിടങ്ങളിൽ നിന്ന് 1-2 സാരിയൊക്കെ ആയിരിക്കും. അത് റിജു വാപ്പിയിലേക്ക് കണക്ട് ചെയ്യും, വാപ്പിയിൽ നിന്ന് ഇവിടെ അയക്കും. ഇവിടെ ഞാനത് എൻ്റെ ഐഫ്രൂട്ടിൻ്റെ ഒരു കുഞ്ഞ അലമാരിയാണ് കേട്ടോ വാർഡ്രോബ്, വലിയ കടയൊന്നുമല്ല. അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു സാരി ഞാൻ തന്നെ ഉടുക്കും, എന്നിട്ട് ഞാൻ പരസ്യപ്പെടുത്തും. ഈ വാർഡ്രോബ് കഴിയുന്നതിനോടൊപ്പം തന്നെ ഈ 1 രൂപ ബ്രാൻഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പേര് ബിസിനസ് തുടങ്ങിയിട്ട് എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷെ ചെറിയ കാര്യങ്ങൾ മതിയായിരിക്കും. അപ്പം അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഹാവ് എ കോൺസെപ്റ്റ് പെൺമ പെരുമ. അത് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന എല്ലാ സോഷ്യൽ ആക്ടിവിറ്റീസും നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണെന്ന് തോന്നാതിരിക്കാൻ ഞാൻ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണിത്. അതിലൂടെ പവർ ഓഫ് ടുഗദർനെസ് എന്ന് പറയുന്ന അതാണ് അതിൻ്റെ മീനിങ് തന്നെ. അപ്പം അതിലൂടെ ആർക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതെല്ലാം ഒരു ഫ്രീ ഓഫ് കോസ്റ്റിന് പോകുന്ന കാര്യം. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്, തുന്നൽക്കാരി എന്നാണ് അതിൻ്റെ പ്രോജക്റ്റിൻ്റെ പേര്. ആൻഡ് ദ നെക്സ്റ്റ് വൺ പ്രോജക്റ്റ് ഈസ് നങ്ങേലി. ഇതെല്ലാം ഒരു സ്ത്രീക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് പേര് ചോറ് വിൽക്കുന്നവരുണ്ട്, ചോറ്റുപാത്രം ഈസ് ഡിഫറെൻറ്റ്. ബുട്ടീക്കുകൾക്കിടയിൽ വ്യത്യസ്തമായിരിക്കും തുന്നൽക്കാരി. ഇതെല്ലാം ഈ വിദ്യാഭ്യാസം കുറഞ്ഞ് തൊഴിലിൽ അത്യാവശ്യം മാത്രം തൊഴിൽ നൈപുണ്യമുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുവഴി അവർക്കും എനിക്കും വരുമാനമുണ്ടാകും. 9 മണിയാകുമ്പോൾ വിവേക് പോകും, 10:30 ആകുമ്പോൾ ഞാനും കടയടച്ചിട്ട് മാനവീയം നമ്മുടെ നൈറ്റ് ലൈഫ് അവിടെ വന്നൊരു 20 മിനിറ്റ് ഞാൻ നടക്കും. ചിലപ്പോൾ നടക്കാൻ പറ്റില്ല, നടന്നെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകും. വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഞാൻ 10:30 മണിയാകുമ്പോൾ ഞാൻ കട ക്ലോസ് ചെയ്യും. കാരണം അന്നാണ് സിനിമകളെല്ലാം ഇറങ്ങുന്നത്. ഇന്നലെ വരെയുള്ള എല്ലാ സിനിമയും ഞാൻ കണ്ടു, ഇന്നിന് ബാക്കി കാണാതിരിക്കുന്നു വെള്ളിയാഴ്ച. സോ ഒരു ലൈഫിൽ ഈ പറയുന്ന ബിസിനസ് എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റൽ കേസസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ.
അതായത് അതിനകത്ത് ഇപ്പം ഞാൻ ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ, ഇതിനൊന്നിനും നമുക്ക് കൂട്ടൊന്നും വേണമെന്നില്ല കേട്ടോ. നമ്മൾ തിയേറ്ററിൽ എല്ലാവരും ചോദിക്കും ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുമോ എന്നൊരു ചോദ്യം വരും. നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ എത്ര പേരാ, അതെ, നമ്മൾ അതിനകത്ത് മിണ്ടാനല്ലല്ലോ പോകുന്നത്. എല്ലാവരും നമ്മളെ നോക്കുന്നില്ല, നീ സ്ക്രീനിലോട്ടല്ലേ നോക്കുന്നത്. പിന്നെ അവിടെ ഒറ്റയ്ക്ക് പോയിരുന്നാലെന്താ, കൂട്ടോടെ പോയിരുന്നാലെന്താ. ഏതൊരു വ്യക്തിയും, അത് വിമണമെന്നൊന്നുമില്ല കേട്ടോ, ഏതൊരു വ്യക്തിയും ലൈഫ് എൻജോയ് ചെയ്യണമെന്നുള്ളത് ഏത് പ്രതിസന്ധിയാണെങ്കിലും. കാരണം ഇന്നിപ്പം നിങ്ങളുടെ ഇവിടെ ഇരുന്ന് ഇപ്പം നമ്മൾ തട്ടിപ്പോയാലും ഇത്രയും നാളുകൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. ഒത്തിരി സന്തോഷകരമായിട്ട് പോകേണ്ടതാണ് ലൈഫ്. തുന്നൽക്കാരി, നങ്ങേലി ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അയ്യോ, ഇത് ഇത്ര ഇപ്പം 1 രൂപ ബ്രാൻഡിങ് ആയി. അത് ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും എനിക്ക് പെട്ടെന്നൊരു ചിന്ത ഉണ്ടാവുക, ഈ പൊട്ടിത്തെറിക്കുന്നത് പോലെ അങ്ങ് തോന്നും. അതൊന്നും വലിയ വലിയ കാര്യങ്ങളല്ല. ആക്ച്വലി ഇതൊന്നും വലിയ കാര്യങ്ങളല്ല. ഇന്ന് ചോറ്റുപാത്രം 70ഓളം സ്ത്രീകൾ അവരുടെ വരുമാന മാർഗമാക്കിയിട്ടുണ്ട് അവരുടെ വീടുകളിലിരുന്ന്. ചോറ്റുപാത്രം എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം എടുക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ഐ എം വെരി ഹാപ്പി ടു സേ എന്നെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഇറങ്ങുകയാണ്. അത് മുംബൈയിൽ നിന്നുള്ള നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽക്ക് ഡോക്യുമെൻ്ററി ചെയ്തിട്ടുള്ള ഒരു ബിഗ് ടീമാണ് അവർ വന്ന് 2 മാസത്തിന് മുൻപ് എടുത്തിട്ട് പോയത്. അവരെന്നെ അറിഞ്ഞത് ഈ കഥകൾ നമ്മുടെ ഇൻക്രെഡിബിൾ ഇന്ത്യയിലൊക്കെ കവർ ചെയ്യപ്പെട്ടതുകൊണ്ട്, റോയിട്ടേഴ്സിൽ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. നമ്മുടെ മുമ്പിൽ ബിസിനസ് എന്ന് കേട്ട് വലുത് മാത്രമേ ഉള്ളൂ, വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാത്രം. എല്ലാവരും ചോദിക്കും ചോറ്റുപാത്രം ലാഭം ഉണ്ടെന്ന്. ഉണ്ട്, 10 രൂപയാണ് മതി. കാരണം 2 മണിക്കൂർ കൊണ്ടാണ് ഞാൻ 600 രൂപ ഉണ്ടാക്കണേ, നിങ്ങൾ ഒരു ദിവസം കൊണ്ട് 600 ഉണ്ടാക്കണേ. സോ ദാറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ്. പല തുള്ളി തന്നെയാണ് പെരുവെള്ളമാകുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുക, കുഞ്ഞു കുഞ്ഞു വലിയ തലവേദനകളല്ല, കുഞ്ഞു തലയിൽ കുഞ്ഞു കാര്യങ്ങൾ. പിന്നെ എല്ലാത്തിനും ഇടയിലും ഹെൽപ്പ് അതേഴ്സ് ടു ഹെൽപ്പ് അവർസെൽസ് എന്ന് പറയുന്ന ഒരു വലിയ മുദ്രാവാക്യം അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതുള്ളത് കൊണ്ടാണ് ഞങ്ങൾ 3 പേര് മാത്രമായിരുന്ന ലോകം ഇന്ന് വിശാലമാണ് ഞങ്ങളുടേത്. മക്കൾ മൂത്തയാൾ ഡോക്ടറാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നീ എന്നെ ഒന്ന് +2 പഠിപ്പിക്കും, ഞാൻ റിസപ്ഷൻ ജോലി ചെയ്യാമെന്ന് പറഞ്ഞ ആളിന്ന് നല്ല മാർക്കോട് കൂടി ഇന്ന് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. 10ാം ക്ലാസ്സിൽ അമ്മ വീണ് പോയപ്പോൾ ചേച്ചിയുടെ പഠനം പൂർത്തിയാക്കാൻ ബേക്കിംഗ് പഠിക്കാൻ പോയ മകൻ ഇന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എറണാകുളത്ത് ഒരു സ്ഥാപനം ഇട്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, അവൻ റോഡരികിലിരുന്ന് മോമോസ് വിറ്റിട്ട് അവൻ ഇന്ന് ആ സ്ഥാപനം ഉണ്ടായത്. സോ എൻ്റെ മക്കളെക്കുറിച്ച് അഭിമാനമാകുന്നത് അതുകൊണ്ടാണ്. ഇന്ന് അവർ 2 പേരും സ്വന്തം കാലിൽ നിൽക്കുന്നത്, വലിയ സാലറികളിലല്ല, എന്ത് ജോലിയും ചെയ്യാനായിട്ട് റെഡിയാവുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, അവർ 2 പേരും എന്നെ നോക്കണമെന്നൊന്നുമില്ല, എനിക്കുള്ള കാശാണ് ഞാനിപ്പോൾ ഉണ്ടാക്കണേ. പിന്നെ അവരെ ഞാൻ പഠിപ്പിച്ചത് ഞാൻ തന്നെയാണ് തീർക്കേണ്ടത്. കാരണം അപ്പോഴാണ് അമ്മ എന്ന് പറയുന്ന ആ ഒരു കംപ്ലീറ്റ് ആവത്തുള്ളൂ. അല്ലാതെ അവർ തീർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോ ബാങ്കിൽ നിന്ന് കൊടുത്തതുപോലായി പോലെ. ഇന്ന് എന്നെ ഫോക്കസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഇന്നത്തെ യുവതലമുറയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ യുവതലമുറ നഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം പാരൻറ്റിങ് ആണ്. ഇന്നും ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാതെ എടുക്കാതെ ഇന്നും അവരെ സേഫ് സോണിലാക്കുന്ന അമ്മമാർ നോർമലൈസ് ചെയ്യപ്പെട്ട് അവരിത് മാറിയില്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ ഈ അമ്മമാർ വളർന്നത് സേഫ് സോണിലല്ല. ഞാൻ 24/7 പണിയെടുത്ത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. അവരാ പഠനം സാധ്യമാക്കി തന്നു. അതുകൊണ്ടാണ് ഐ ആം വെരി പ്രൗഡ് മോം. കാരണം നമ്മൾ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരല്ല അതിനകത്ത്. കാരണം രാവിലെ പോകുന്നതിന് മുൻപ് വിളിച്ചിട്ട് ചോദിക്കും നീ ഓക്കെ ആണോ, നീ ഓക്കെ അല്ലെങ്കിൽ കിടന്നോ. ജസ്റ്റ് ഒരു വിളിയാണ് അവർ. അത് വേറെ ഒന്നും ചോദിക്കില്ല. നീ ജസ്റ്റ് ഓക്കെ ആണോ, നീ എഴുന്നേറ്റോ എന്നറിയാൻ വിളിക്കുന്നതാ. എന്നാ 2 പേരും വിളിക്കുന്നത്. അമ്മ എഴുന്നേറ്റോ എന്നറിയാൻ ഇന്ന് വിളിച്ചു നോക്കുന്ന മക്കള് ഇന്ന് പലയിടത്തും ഇല്ല. അതുണ്ടായാൽ മാത്രമേ നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആവത്തുള്ളൂ. അതർവൈസ് നമ്മൾ യാന്ത്രികമായിട്ട് പോകും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗെറ്റ് ടുഗദറുകൾ വെക്കും. മക്കളോട് ഇത് സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പൈസകൾ മാത്രമല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കാതെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കണം ഹൗ വി സർവ്. ഞാൻ ഈ പരിപാടി തുടങ്ങുമ്പോൾ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംരംഭക, അതായത് പാഠ്യ വിഷയം തന്നെ ആയിട്ടുള്ള ഒരു സംരംഭകയെ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരുപാട് മോശം സിറ്റുവേഷനിൽ കൂടി കടന്നു വന്നിട്ടും ഇന്നും ആൾക്കാർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സംരംഭകയായിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്തുക എന്നൊക്കെയായിരുന്നു ഈ പരിപാടി തുടങ്ങുമ്പോൾ എൻ്റെ ഉദ്ദേശം. പക്ഷേ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു സംരംഭകയെ മാത്രമല്ല, നല്ലൊരു പാരൻറ്റിനെ, നല്ലൊരു അമ്മയെ എന്തൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എനിക്കറിയില്ല. എനിവേ, ഐ ആം ഓൺ ഹൈ. ഞാൻ പോസിറ്റിവിറ്റിയിൽ ഏറ്റവും സൂപ്പർലേറ്റീവായിട്ടുള്ള വാക്കുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. വളരെയധികം നന്ദി. ഇനി ഒരുപാട് നേട്ടങ്ങളുമായി നമുക്ക് വീണ്ടും ഈ ചിരിക്കുന്ന മുഖത്തോടു കൂടി വീണ്ടും സംസാരിക്കാൻ പറ്റട്ടെ. ആശംസകൾ. താങ്ക് യു. സംരംഭക ഷാലിൻ ഏലിസ് എബി അതിഥിയായി പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. നിർവഹണം മനേഷ് MP. നിർവഹണ സഹായം
വിഷ്ണുമോഹൻ വെള്ളനാട്.